നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ സെർജിയോ ഖോർ ഇത് തുറന്ന് സമ്മതിച്ചിരിക്കുമ്പോൾ പാകിസ്ഥാൻ വല്ലാത്തൊരു അങ്കലാപ്പുണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ പുതിയ മാനങ്ങൾ? അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാനങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ അമേരിക്കയിൽ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയാണല്ലോ സെർജിയോ ഖോർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാശ്മീർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ്. 28 സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്, അതിലൊന്ന് കാശ്മീരാണെന്ന് അദ്ദേഹം പറഞ്ഞൊരു ചുരുക്കം. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണെന്നുള്ള സത്യമല്ലേ ഹരി? അതിനകത്ത് ഇനി എന്തോ ഇപ്പം ഇന്നിപ്പോൾ സമയം രാവിലെ 10 മണിയാകുമ്പോൾ 10 മണിയായി എന്ന് പറയുന്നതിന് എന്താ തെറ്റ്? അല്ല, ഒരിക്കൽ പാകിസ്ഥാനൊപ്പം നിന്ന അമേരിക്ക അവരെ തള്ളിക്കളഞ്ഞതായിട്ട് അല്ലേ ഇതിൽ നിന്ന് അവർ വായിച്ചെടുക്കുക? അതിന് സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലാണ് ഒരു പുതിയ സഖ്യം തുടങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാന്, തുർക്കി, സൗദി അറേബ്യയും കൂടെ ചേർന്ന് ഒരു സഖ്യത്തിന് രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് അറാംകോ ആയിരുന്നല്ലോ സൗദിയിലെ ഏറ്റവും ശക്തമായ സമ്പന്നമായ ഓയിൽ കമ്പനി. ഇപ്പോൾ അത് മാറി, അത് സൗദി അറേബ്യ എടുത്തു. സൗദി അറേബ്യയ്ക്ക് തന്നെ അമേരിക്കയിൽ വിശ്വാസമില്ലാതായി. ഗൾഫ് രാജ്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ ദിവസവും ഡ്രോൺ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്കയെ തള്ളിയിട്ട് പുതിയ ഡിഫൻസ് പാക്റ്റ് ഒക്കെ വരുന്നു. ഡിഫൻസ് പാക്ട് വന്നെങ്കിലേ അവർക്ക് നിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അവർ ഈ നാറ്റോയിൽ മാത്രമായിട്ട് നിന്ന് പോയിട്ട് കാര്യമില്ല. നാറ്റോയിലെ രണ്ടാമത്തെ സഖ്യമാണ്, പിന്നെ രണ്ടാമത്തെ കക്ഷിയാണ്, ശക്തിയാണ് തുർക്കി എന്നൊന്നും പറഞ്ഞാലും അമേരിക്കയാണ് ഒന്നാമത്തെ കക്ഷി. അത് കഴിഞ്ഞ് പല കക്ഷികളും അതിനകത്തുണ്ട്. അതിനകത്തൊരാൾ മാത്രമാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. തുർക്കിയുടെ കുറച്ച് ആയുധങ്ങളുണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടൊന്നും ലോകത്തെ കീഴടക്കാനൊന്നും പറ്റില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആണവായുധം പിന്നെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. തുർക്കിയുടെ ആധുനികമായ ഡ്രോൺ അടക്കമുള്ള മിസൈലുകളും ഒക്കെ അവർക്കുണ്ട്. സൗദി അറേബ്യയ്ക്ക് സംരക്ഷണം വേണം. ഇതാണ് ചെയ്യുന്നത്. സമ്പത്ത് സൗദിയിലേക്കുണ്ട്, ആണവായുധം പാകിസ്ഥാനും ഉണ്ട്, തുർക്കിയിലും കുറച്ച് ആയുധങ്ങളും മിസൈലുകളും ഉണ്ട്. അങ്ങനെ ഒരു സഖ്യം കൊണ്ട് ലോകം കീഴടക്കാനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെർജിയോ ഖോർ വന്നു. അവിടെ ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ള എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ പാരമ്പര്യം ഷെയ്ഖ് അബ്ദുള്ളയുടെയാണ്. പിന്നീട് ഫറൂഖ് അബ്ദുള്ളയിലൂടെ ഒമർ അബ്ദുള്ളയിലേക്ക് വന്നു. ഒമർ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. We had an opportunity to discuss the relations between our two countries, but with specific focus on what the US can do with Jammu and Kashmir. There are obviously certain legacy issues that over time we will be working to resolve, but we look forward to taking this conversation further. This is a conversation that will take place both between Ambassador Gore and Washington and between me. ഇതാണ്, അതായത് കശ്മീർ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യം ഇദ്ദേഹം മറക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരണം, അല്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ POK ഇന്ത്യയിലേക്ക് വരുമായിരുന്നു എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്? അല്ല, അതിൻ്റെ ഒമർ അബ്ദുള്ള അല്ല, ഹരി പറഞ്ഞ പോലെ ഷെയ്ഖ് അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ളയും അടക്കം ഇവരെല്ലാം കാശ്മീരിലെ ഏറ്റവും സമ്പന്നന്മാരായ കുടുംബമാണ്. കാശ്മീരിനെ പ്രത്യേക പദവിയിൽ നിർത്തിയിരിക്കുന്നതിനുള്ള പ്രയോജനം അവരുടെയിലാണ്. കാശ്മീരി സർക്കാരിൻ്റെ സ്വത്തുക്കളിൽ ഏതാണ്ട് 10-30% കൈകാര്യം ചെയ്യുന്നത് 1-2 ഫാമിലിയാണ്. അതിലൊന്ന് ഫറൂഖിൻ്റെ ഫാമിലിയാണ്. ഇപ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നത്. അപ്പോൾ ഒമർ അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടല്ലോ. അതായത് കാശ്മീരും അമേരിക്കയായിട്ട് ചർച്ച നടത്തുന്നു. ഇയാളാരാണ് അമേരിക്കയായിട്ട് ചർച്ച നടത്താൻ? ഇയാളെ പിന്താങ്ങാനായിട്ട് രാഹുൽ ഗാന്ധി വന്നേക്കാം, അല്ലെങ്കിൽ കൂടി വന്നാൽ MA ബേബിയും വന്നേക്കാം. അതിനകത്ത് വേറെ ആര് വരും? അപ്പോൾ അതുകൊണ്ട് ഈ ഫറൂഖ് അബ്ദുള്ളയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വിഘടനവാദമാണ്. കാശ്മീർ വേറൊരു രാജ്യമാണെന്നല്ലേ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതെങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അതിനെ അടിച്ചമർത്താൻ ലോകത്തിൽ ഒമർ അബ്ദുള്ളയുടെ പറഞ്ഞാൽ കേൾക്കൂ. ഇവിടെ മിലിറ്ററിയുടെ മൈറ്റ് തന്നെയാണ് വേണ്ടത്. സൈനികമായ ബലം ഉപയോഗിച്ച് മാത്രമേ ഇത്തരം ക്ഷുദ്രശക്തികളെ അടിച്ചമർത്താൻ പറ്റുള്ളൂ. അവർക്ക് നോവൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. രാജ്യം ഒന്നായിട്ട് നിൽക്കണമെങ്കിൽ, അഖണ്ഡ ഭാരതം വേണമെങ്കിൽ അത് ശക്തി ഉപയോഗിച്ച് മാത്രമേ നിർത്താൻ കഴിയത്തുള്ളൂ. ചോളരാജ്യമായാലും ചേരരാജ്യമായാലും പാണ്ഡ്യരാജ്യമായാലും അമേരിക്കയായാലും റോമൻ സാമ്രാജ്യമായാലും എല്ലാം അങ്ങനെയാണ്. അവരവരുടെ മിലിറ്ററി പവർ ഉപയോഗിച്ചല്ലേ ചെയ്തത്. ഇന്ത്യയെ ഒന്നിപ്പിച്ച് നിർത്തണമെങ്കിലും നമുക്ക് മിലിറ്ററി പവറിലൂടെ കഴിയൂ. അതിനുള്ള ഇച്ഛാശക്തിയാണ് നരേന്ദ്രമോദിക്കുള്ളത്. അല്ലാതെ അഹിംസാ സിദ്ധാന്തവും സത്യാഗ്രഹവും നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ ഒന്നിച്ച് നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൂടുതൽ കർശനമാക്കണം, ശക്തമാക്കണം. മിലിറ്ററി ഇടപെടൽ ആവശ്യമുള്ളിടത്തൊക്കെ മിലിറ്ററി ഇടപെടണം
എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു കാലത്ത് ഇന്ത്യൻ പതാക ഉയർത്താൻ മടിച്ച ലാൽ ചൗക്ക് ത്രിവർണ്ണ പതാകയാൽ കുളിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും തീക്ഷ്ണമായ ധീരമായ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നു, കേരളം ആലപിക്കാത്തപ്പോഴും. ഇതൊക്കെ ഒരു ഭയന്നിട്ടാണോ അല്ല അതിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിട്ടാണോ എന്നാണോ? അല്ല, അത് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങളുള്ള രാജ്യമാണ്. കശ്മീർ അങ്ങനെ ചൊല്ലിയപ്പോൾ, ഒമർ അബ്ദുള്ള അത് ഏറ്റു ചൊല്ലിയപ്പോൾ അത് ആത്മാർത്ഥത ഇല്ലായ്മയുണ്ട്, അത് മറ്റെന്തെങ്കിലും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണോ ഇതിൻ്റെ അർത്ഥം? അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുമായി ചേർത്ത് വായിക്കുമ്പോൾ, ഇപ്പോൾ പറഞ്ഞോട് ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണോ ഈ ചൊല്ലിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിഘടനവാദമാണ് പറഞ്ഞത്. അതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ കാശ്മീർ വേറെ രാജ്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സംഭവിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അത് പറ്റില്ലല്ലോ. പക്ഷേ ഇതുപോലെ ചില വാദങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ സൂക്കേടായിരുന്നു തമിഴ്നാട്ടിൽ DMK-ക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ തീർന്നല്ലോ, DMK-യുടെ ഇടപാട് തീർന്നല്ലോ. കാശ്മീരിലും ഈ ഇടപാട് തീരും. കാശ്മീരികൾ പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമില്ല. കാശ്മീരിൽ ഈ ദാരിദ്ര്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കിടക്കുന്ന ആളുകൾ തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർ കാശ്മീരിന് സ്വതന്ത്രമാണ്, കാശ്മീരിൽ പിന്നെ അമേരിക്കയായിട്ട് ചർച്ച നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും പറയുന്ന അല്ലെങ്കിൽ അച്ചടിച്ച് വരുന്ന കടലാസിൻ്റെ വില പോലുമില്ല. അതൊന്നും പ്രായോഗികമായ കാര്യം. ഒരുപക്ഷെ ഒമർ അബ്ദുള്ള വീണ്ടും ഈ വിഘടനവാദം ഓപ്പണായി പറഞ്ഞാൽ കാശ്മീരിലെ ജനത തന്നെ കൈവയ്ക്കും. സംശയിക്കേണ്ട കാര്യമില്ല. ഒമർ അബ്ദുള്ളയുടെ സമയത്ത് എത്രയോ അധികം നിരപരാധി ആളുകൾ കൊല്ലപ്പെട്ടു. ഷെയ്ഖ് അബ്ദുള്ളയുടെ കാലത്ത് കൊല്ലപ്പെട്ടില്ലേ, ഫറൂഖിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ടില്ലേ. അപ്പം ഇവിടെ ഇപ്പോൾ ആരും കൊല്ലപ്പെടുന്നില്ലല്ലോ. അത് കാരണം വെച്ചാൽ ഭരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു കേന്ദ്രീകൃത ഭരണമില്ലെങ്കിൽ ഇന്ത്യ നമുക്ക് ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ വാസ്തവം. തീർച്ചയായും ഈ ഒന്നിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ഈ ആൾക്കാർ വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന അങ്ങേറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ പിന്തിരിയേണ്ടതാണ്. കശ്മീർ എന്ന് മാത്രമല്ല, കശ്മീർ മുതൽ കന്യാകുമാരി വരെയും അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ ആസാം വരെയും ഒക്കെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതിൽ മറ്റൊരു രാജ്യത്തിനും പങ്കില്ല. മറ്റൊരു രാജ്യവും അതിൽ കൈകടത്താൻ ശ്രമിക്കുകയും വേണ്ട. അത് ആരൊക്കെ എതിർത്താലും അത് അങ്ങനെയാണ്. ഈ രാഷ്ട്രം ഒന്നായിരിക്കും. ഈ അഖണ്ഡ ഭാരതം എന്നെന്നും ഒന്നായി തന്നെ നിലനിൽക്കും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.